തിരിച്ചടിക്കും കട്ടായോ പറയുന്നതാരെന്നറിയാമോ സംഘപരിവാർ പ്രസ്ഥാനം കണ്ണൂരിലും തലശ്ശേരിയിലും കൂത്തുപറമ്പിലും പയ്യന്നൂർ മാർക്സിസ്റ്റിന്റെ മാടമ്പികൾ CITU ഗുണ്ടകളെ അടിച്ചൊതുക്കിയ പ്രസ്ഥാനം സംഘപരിവാർ പ്രസ്ഥാനം ഞങ്ങളിൽ ഒന്നിനെ തൊട്ടെന്ന് തിരിച്ചടിക്കും കട്ടായം നിങ്ങളറിഞ്ഞോ നാട്ടാരെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഞങ്ങളുടെ പ്രിയരാം പ്രവർത്തകരെ നിങ്ങളൊന്ന് ഓർത്തോളൂ ഞങ്ങളിലൊന്നിനെ തൊട്ടെന്നോ തിരിച്ചടിക്കും കട്ടായോ പറയുന്നതാരെന്നറിയാമോ സംഘപരിവാർ പ്രസ്ഥാനം അന്നം തിന്നു വളർന്നെങ്കിൽ
ഈ തടിയോ ആ വിളിച്ചോ. നിങ്ങളറിഞ്ഞോ നാട്ടാരെ യൂണിവേഴ്സിറ്റി കോമ്പസിൽ ഞങ്ങളുടെ പ്രിയരാം സോദരരെ SFIയുടെ ഗുണ്ടകളെ ഇറങ്ങി വാടാ തെണ്ടികളെ
ഒരു മിനിറ്റ് ഞാൻ അവന്മാരൊക്കെ പിടിച്ചെടുത്തിട്ട് ലൈവാ അതേട്ടാ ഓടിയടിച്ചോ നിങ്ങളെല്ലാം
മുറ്റത്ത് അരയാലിന്റെ സമീപത്ത് ആരടി മുളവടി രണ്ടിടയ്ക്ക് അക്കം പറ്റണ പിള്ളേര് അക്കം പറ്റണ പിള്ളേര് ABVP പിള്ളേര് ഞങ്ങളിലൊന്നിലെ തട്ടമ്മ അരിഞ്ഞു തള്ളും മറവിക്കടേ ഒത്തുകളിച്ചായ സഭ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം നമ്മുടെ ABVPയുടെ വിദ്യാർത്ഥികള് അതിലെ വളരെ ശക്തമായിട്ട് സംഘടനാ പ്രവർത്തനം നടത്തുകയും അതില് തിരഞ്ഞെടുക്കുന്ന SFIയുടെ കുട്ടിസംഘടനക്കാരെ ആ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് തന്നെ യാതൊരു ഭാഷിന്യവും കൂടാതെ ആ പാവപ്പെട്ട വിദ്യാർത്ഥികളെ ഈ കലാലയത്തിന്റെ ഉള്ളിലിട്ട് തല്ലിച്ചതയ്ക്കുന്ന ദയനീയമായ ഒരു സംഭവമാണ് ഇന്നലെ ഈ കാലഘട്ടത്തിൽ നടന്നത്. എന്നാൽ ആ കലാലയത്തിലെ പ്രധാനപ്പെട്ട വിദ്യാർത്ഥികള് അവർ തന്നെയല്ല, അവരുടെ പിറകില് ശക്തമായ സംഘടനയുണ്ട് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇന്ന് നമ്മൾ ഈ കാലടിയുടെ മണ്ണില് ഇത്തരമൊരു പ്രതിഷേധങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ഈ സമയത്ത് നമ്മളെ അഭിസംബോധനയിൽ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ABVPയുടെ സംസ്ഥാന സെക്രട്ടറി എത്രയും പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ക്ഷേത്രത്തിൽ കാര്യകർത്താക്കളെ, നാട്ടുകാരെ, നമുക്കറിയാം കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഈ കാലടി സർവകലാശാലയില് വിദ്യാർത്ഥി പരിഷത്തും മറ്റ് സംഘടനകളും പ്രവർത്തിച്ചു വരുന്ന സമയത്ത് ആശയം കൊണ്ട് അതിന് നേരിടാൻ സാധിക്കാത്ത ഇവിടുത്തെ SFIയുടെ ഗുണ്ടകള് എല്ലാ കാലത്തും അതിനെ അക്രമം കൊണ്ടാണ് നേരിട്ടിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഈ ക്യാമ്പസിനകത്ത് ABVPയുടെ പ്രവർത്തകര് ഇലക്ഷനും പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത്, ഇവിടെ കൊടിതോരണങ്ങൾ കെട്ടുന്ന സമയത്ത് അവരെ ഭീഷണിപ്പെടുത്താം എന്ന് വിചാരിച്ച് കുറച്ച് സഖാക്കൾ വന്നു. അവർക്കതിന് സാധിക്കില്ല. ഇന്നലെ ഇലക്ഷൻ റിസൾട്ട് വന്ന സമയത്തും അവർ പ്രതീക്ഷിച്ചതിലും മുന്നോട്ട് ABVP പോയി. ആ സമയത്ത് അവരുടെ പ്രകടനം നടക്കുന്ന സമയത്ത് ABVP കെട്ടിയിട്ടുള്ള ABVPയുടെ കൊടികളും തോരണങ്ങളും നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ കുട്ടി സഖാക്കന്മാർ തീരുമാനിച്ചു. അത് കണ്ടു നിന്ന ABVPയുടെ പ്രവർത്തകര്, ചങ്കൂറ്റമുള്ള ABVP പ്രവർത്തകരെ അത് ചോദിച്ചുകൊണ്ട് തന്നെ അവിടെ ചെല്ലുകയും അത് തടയുകയും ചെയ്തു. ആ സമയത്ത് ധൈര്യമില്ലാത്ത, ഞാൻ നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ ദിവസം 5-6 പേരുള്ള സമയത്ത് അതിനെ തടയാൻ കഴിവില്ലാത്തവർ SFIയുടെ പുറത്തു നിന്നെത്തിയിട്ടുള്ള മദ്യപിച്ചു വന്നിട്ടുള്ള ജില്ലാ സെക്രട്ടേറിയറ്റും മെമ്പർമാരും ജില്ലാ സെക്രട്ടറിയും അടങ്ങുന്ന സംഘം, ആ സംഘം ഇവിടെ പഠിക്കുന്ന ABVPയുടെ കാര്യകർത്താക്കളെ ആക്രമിച്ചു. ആ സമയത്ത് ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയുടെ DSSഉം അതേപോലെ മുതിർന്ന അധ്യാപികയും, അതായത് DSS എന്ന് പറയുന്ന ശർമിള, സീനിയർ പ്രൊഫസറായിട്ടുള്ള ലിസി, ഈ ടീച്ചർമാരൊക്കെ ഇവിടെ ഒന്ന് നോക്കി നിന്നു. ആ സമയത്ത് സ്വന്തം കലാലയത്തിൽ ഒരു സംഘർഷം നടക്കുന്ന സമയത്ത് അതിനെ തടയിടേണ്ടവര് പുറത്തുനിന്ന് എത്തിയിട്ടുള്ള SFIയുടെ ഗുണ്ടകളെ ക്ഷണിച്ചു വരുത്തി ഇന്ന് സംഘർഷം ഉണ്ടാക്കിക്കോളൂ എന്ന് പറഞ്ഞു കൊടുക്കുന്ന സാഹചര്യമായിരുന്നു. CPMന്റെ ശമ്പളം പറ്റുന്നവരല്ല ഇവിടുത്തെ അധ്യാപകര്. ഈ സർവകലാശാലയുടെ ശമ്പളം പറ്റുന്നവരാണ്. ഈ സർവകലാശാലയുടെ ശമ്പളം എന്ന് പറയുന്നത് ഇവിടുത്തെ പൊതുജനങ്ങളുടെ ശമ്പളമാണ്. ആ ശമ്പളം പറ്റിക്കൊണ്ട് CPMന് വേണ്ടി, SFIക്ക് വേണ്ടി പണിയെടുക്കുമ്പോ ആ ടീച്ചർമാരൊന്നും ഓർത്തോളൂ, ഒരു കാലഘട്ടത്ത് ഇവിടെ ഈ ശങ്കരന്റെ പ്രതിമ സ്ഥാപിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ സമയത്ത് ആ വിഷയം ഏറ്റെടുത്തുകൊണ്ട് ആ ശങ്കരന്റെ പ്രതിമ സ്ഥാപിച്ച പ്രസ്ഥാനമാണ് പറയുന്നത്. ശക്തിയോടെ മുന്നോട്ട് പോകാൻ ചങ്കൂറ്റം RSSന്റെ, ABVPയുടെ, മറ്റ് സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ കാര്യകർത്താക്കൾക്കുണ്ട്. അതോടൊപ്പം ഇവിടെ എത്തിയിട്ടുള്ള SFIയുടെ ആൾക്കാര് മദ്യപിച്ചാണ് ഇവിടെ ഇന്നലെ എത്തിയത്. ആ സംഘർഷം നടക്കുന്ന സമയത്ത് ഇവിടെ ABVPയുടെ മുതിർന്ന കാര്യകർത്താക്കൾ ഉണ്ടായിരുന്നു.
അവരിൽ ഒരാൾ പോലും ഇവിടെ പഠിക്കുന്ന SFIക്കാരെ ആക്രമിച്ചിട്ടില്ല. പക്ഷേ പുറത്തുനിന്ന് എത്തിയിട്ടുള്ള SFIക്കാരും DYFIക്കാരും ഇവിടുത്തെ വിദ്യാർത്ഥികളെ, ഇവിടെ പഠിക്കുന്ന ABVPയുടെ പ്രവർത്തകരെ ആക്രമിച്ചു. അവരോട് ABVPക്കും സംഘപരിവാർ ശക്തികൾക്കും സംഘടനകൾക്കും ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ചരിത്രം പരിശോധിച്ചോളൂ. കഴിഞ്ഞ 100 വർഷമായിട്ട് നിങ്ങളിവിടെ പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾ പടവലങ്ങ് പോലെ താഴേക്കാണ്. സംഘം ശതാബ്ദി ആഘോഷിക്കുന്ന സമയത്ത് ഈ ലോകത്തെ മുഴുവൻ വ്യാപിച്ചുകൊണ്ട് സംഘടനാ പ്രവർത്തനം വ്യാപിപ്പിച്ചുകൊണ്ട് ആ ABVPയും BMSഉം BJPയും എല്ലാം ഈ ഭാരതത്തിൽ വളർന്നു പോകുന്ന സമയത്ത് ഞങ്ങളും പിടിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കോട്ടയാക്കി വെച്ച ഹൈദരാബാദ് ഉൾപ്പെടെയുള്ള സർവകലാശാല ഞങ്ങൾ പിടിച്ചു. വരും വർഷങ്ങളിൽ ഈ ശങ്കരന്റെ മണ്ണിലും ABVPയുടെ പതാക ഉയരും. അതിലൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ആശയം കൊണ്ട് നേടാൻ സങ്കോചമുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ അക്രമം നടക്കുന്ന സമയത്ത് ഇവിടുത്തെ പോലീസുകാർ നമ്മൾ കണ്ടു. നമ്മളെ തടയാനും നമ്മളെ പിടിച്ചു നിർത്താനും എന്തൊരാവേശമാണ് അവർക്ക്. എവിടെയായിരുന്നു ഇന്നലെ അവരുടെ ആവേശം? ഇന്നലെ ഇവിടെ അക്രമം ഉണ്ടാകുന്ന സമയത്ത് ABVPയുടെ കാര്യകർത്താക്കളെ ജീപ്പിൽ കയറ്റാൻ വേണ്ടിയിട്ടാണ് അവർ നോക്കിയത്. ABVPയുടെ വിഭാഗ് സംഘടനാ സെക്രട്ടറി. നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോളൂ, ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് പ്രശ്നം വന്ന സമയത്ത് പോലീസുകാരനെ ലാത്തി നിൽക്കുന്ന സമയത്ത് ദണ്ഡയുമായി ചെന്ന് ആ ക്യാമ്പസിൽ പ്രതിഷേധം നടത്ത വിഭാഗ് സംഘടനാ സെക്രട്ടറിയാണ് എറണാകുളത്തുള്ളത്. ഓർത്ത് കളിച്ച SFIക്കാരാ, നിങ്ങളുടെ ഈ അക്രമം കൊണ്ടൊന്നും ഞങ്ങൾ തളരില്ല. ശക്തമായി തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. ആ SFIക്കാരന്റെ ജില്ലാ സെക്രട്ടറി പേര് മഹസറിൽ എഴുതാൻ മടിക്കുന്ന ഇവിടുത്തെ CI, നിങ്ങൾക്ക് അവന്റെ പേരിൽ, ആ കള്ളുകുടിയന്റെ പേരിൽ, ആ ഗുണ്ടയുടെ പേരിൽ കേസെടുക്കാൻ മടിയായിരിക്കും, പേടിയായിരിക്കും. കാരണം നിങ്ങൾ അവന്റെ ശമ്പളം പറ്റുന്നുണ്ടാവും. പക്ഷേ ABVP അങ്ങനെയല്ല. ഏതറ്റം വരെ പോയിക്കൊണ്ടും നിങ്ങളുടെ പ്രതിഷേധത്തെ ആ രീതിയിൽ തന്നെ നേരിടാനും നിങ്ങളുടെ അക്രമത്തെ അതേ രീതിയിൽ പ്രതിരോധിക്കാനും ചങ്കൂറ്റമുള്ള പ്രസ്ഥാനം. അതുകൊണ്ട് ഇവിടുത്തെ പോലീസുകാരനും SFIക്കാരനും ഇവിടെ അവർക്ക് പാലുകൂട്ടി വളർത്തുന്ന അധ്യാപകരും ഓർത്തോളൂ, ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകും. ഈ ശങ്കരന്റെ പ്രതിമ ഇവിടെ സ്ഥാപിച്ച പോലെ ആശയമായിട്ട് മുന്നോട്ട് പോയി 100 വർഷം പൂർത്തീകരിച്ച സംഘടന പോലെ ഞങ്ങൾ ഇനിയും പ്രവർത്തിക്കും. ഈ കാലടിയിൽ, ഈ ശങ്കര യൂണിവേഴ്സിറ്റിയിൽ യൂണിയൻ പിടിച്ചുകൊണ്ട് വരും കാലങ്ങളിൽ ഞങ്ങൾ മുന്നോട്ട് വരും. ആശയപരമായി ഞങ്ങൾ ഇതിന് മറുപടി നൽകും. ഓർത്ത് കളിച്ചോ, ഈ പ്രതിരോധം ഇവിടെ അവസാനിക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ സമ്മതിക്കുന്നു. വന്ദേ മാതരം. ഈ പ്രതിഷേധത്തെ അഭിസംബോധന സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ മാന്യ ജില്ലാധ്യക്ഷൻ ശ്രീ ഇവിടെ കൂടിയിട്ടുള്ള സംഘപരിവാർ കാര്യകർത്താക്കളെ, സഹോദരിമാരെ, കാലടിയെ സംബന്ധിച്ചിടത്തോളം, സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം കാലടിയിലെ സംഘപരിവാറിന്റെ പ്രവർത്തനം അവരുടെ ഔദാര്യം കൊണ്ടുണ്ടായതല്ല. ഈ കോളേജിലെ SFIക്കാർ വിചാരിക്കേണ്ടത് ഞങ്ങൾ ഈ പ്രസ്ഥാനം ആരുടെ ഔദാര്യം കൊണ്ടല്ല കേരളത്തിൽ വളർന്നത്. ഏതാണ്ട് 80 കാലഘട്ടത്തിൽ നെൽമേൽ കോളേജിൽ ഞങ്ങൾക്ക് ദുർഗാദാസ് എന്ന ഞങ്ങളുടെ ഒരു ധീരനായ പ്രവർത്തകനെ ബലിദാനിയാക്കേണ്ടി വന്നു. തുടർന്ന് നിങ്ങൾ ചങ്ങനാശ്ശേരിയിലും പരുമലയിലൊക്കെ ഞങ്ങളോട് ഏറ്റുമുട്ടിയെങ്കിലും ആ ബലിദാനത്വമൊന്നും ബത്താവിലായില്ല എന്ന് തെളിയിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ഭാരതത്തിലെമ്പാടുമുള്ളത്. ഒരു കാര്യം ഞങ്ങൾക്ക് പറയാനുള്ളത്, ABVPയും RSSഉം സഹോദര സംഘടനകളും ഞങ്ങൾ ഭരണം കൊണ്ട് വളർന്നവരല്ല, മരണം കണ്ട് തളർന്നവരുമല്ല, അംഗം വെട്ടി ജയിച്ചവരാണ് ഞങ്ങൾ എന്നുള്ള കാര്യം നിങ്ങൾ SFIയുടെ ഈ വീരപ്പിള്ളേർ ഓർക്കേണ്ടത്, നിങ്ങളുടെ മൂത്ത സഖാവ് യെച്ചൂരിയും ബ്രിട്ടാസും അടക്കി വേണ JNUവിന്റെ ക്യാമ്പസിന്റെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ കാവി പതാക മാറുകയാണ്. ഡൽഹി യൂണിവേഴ്സിറ്റിയിലും CPM മകൻ അടക്കി വാഴുന്ന ബംഗാളിൽ കൽക്കട്ട യൂണിവേഴ്സിറ്റിയിൽ ഇന്ന് SFIക്കാരന്റെ ഗതി എന്താ? ഭരണം പോയി കഴിഞ്ഞപ്പോ ഇന്ന് പഴയ ചില മുറികളിൽ എലിയും പാറ്റയും പകി നടക്കുന്ന പോലെ അടക്കി വാണ പല യൂണിവേഴ്സിറ്റികളിലും SFIക്കാർക്ക് പാത്തും പതുങ്ങിയും തലപൊക്കേണ്ട ഗതികളിലേക്ക് ഇന്ത്യയിൽ എത്തിച്ചേർന്നൊരു ഉത്തരവാദിയാരാ? എല്ലാ കലാലയങ്ങളും കഞ്ചാവും മയക്കുമരുന്നും കൊടുന്ന് സ്റ്റോക്ക് ചെയ്ത് കലാപഭൂമിയാക്കി മാറ്റിയ ഒരു